2018 ഞാൻ ഐലേണിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഖത്തറിലായിരുന്നു. അപ്പോൾ അന്ന് ജോലി രാജിവെച്ച് സിവിൽ സർവീസിലേക്ക് പ്രിപ്പയർ ചെയ്യാം എന്ന് പറഞ്ഞ സമയത്ത് ഒരു കോച്ചിങ് എടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അന്ന് ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് ആലോചിക്കുകയാണ്. ഞാൻ കുറച്ച് കാൽക്കുലേറ്റ് ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ ഫ്രണ്ട് ഉണ്ട് ദിവ്യ ആൻഡ് ശ്വേത, ഇവർ രണ്ടുപേരും ഐലേണിൽ നിന്ന് പഠിച്ച് റിസൾട്ട് വാങ്ങിയ ആൾക്കാർ. സോ അവർ പറഞ്ഞു, ഈ ഒരു കാര്യം ചെയ്യുക, ഐലേണിൽ ജോയിൻ ചെയ്തോ, നല്ല ക്ലാസ്സസ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഐലേണിൽ വരുന്നത്. ദെൻ ഐ ടുക്ക് ഓപ്ഷണൽ എസ് ജോഗ്രഫി. ഈ ഓൾ പ്രോസസ്സിൽ എന്നെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് വ്യക്തികളുണ്ട്. നിഖിൽ സാർ, ഷീന സാർ, TJ, ദെൻ ഒരുപാട് പേര്, അരുന്ധതി എന്നെ ഗവർണൻസ് പഠിപ്പിച്ചിരുന്നു. ദെൻ ഇവിടെ വന്നിരുന്ന മാധവിക്കുട്ടി മാഡം. സോ ഷീ തോട്ടസ് ഇന്ത്യൻ സൊസൈറ്റി എന്താണെന്ന്. സിബിൽ മന്ന തോട്ടസ് ഇൻ്റർനാഷണൽ റിലേഷൻ, അമൻ സോണി, കൊണ്ടാല. ദെൻ എന്നെ പഠിപ്പിച്ച ഒരുപാട് ആൾക്കാരുണ്ട്, കാവ്യ. ഇവരെല്ലാവരും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഓരോ ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സും എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഐലേണിൽ ഒരു ക്ലാസ്സും ഞാൻ ഒരു ക്ലാസ്സും ഐലേണിൽ മിസ് ചെയ്യാതെ അറ്റൻഡ് ചെയ്ത വ്യക്തിയാണ്. ഞാൻ ക്ലാസ്സുകൾക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഞാൻ പഠിച്ചൊരു വ്യക്തിയാണ്. സോ ഈ പ്രോസസ്സ് എന്നിലുണ്ടാക്കിയ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഒരുപാട് എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് എനിക്ക് വലുതാക്കാൻ പറ്റി. മോർ ദാൻ ഞാനിപ്പോൾ ഒരു റാങ്ക് വാങ്ങി, ഒരു ജോലി വാങ്ങി എന്നുള്ളതിനേക്കാൾ ഉപരി ഇറ്റ് മെയ്ഡ് മീ എ ബെറ്റർ ഹ്യൂമൺ. അതായത് ഞാൻ ഇവിടെ ബിഫോർ ജോയിനിങ് ഐലേൺ ഐ ഹാഡ് എ ലോട്ട് ഓഫ് പാട്രിയാർക്കിയൽ വാല്യൂസ് വിത്ത് മീ. സമൂഹത്തിൽ നമ്മളെങ്ങനെ സമൂഹത്തിനെ നോക്കി കാണണം, ചുറ്റുപാടുകൾ എങ്ങനെ കാണണം എന്നുള്ള വാല്യൂസ് ഒരുപാട് ഉണ്ടായിരുന്നു. ആൻഡ് അതിനെല്ലാം മാറ്റിയ ഒരു പെർസ്പെക്റ്റീവ്സ്, ഹൗ വി ഷുഡ് സീ ദ സൊസൈറ്റി, എങ്ങനെയാണ് നമ്മൾ സമൂഹത്തിനോട് പെരുമാറേണ്ടത്. ആൻഡ് എസ്പെഷ്യലി ദ ഫാക്ടർ ഓഫ് സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹിക നീതി എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നായിരുന്നു. ആൻഡ് വൺ മോർ ഇമ്പോർട്ടൻറ്റ് തിങ്, ഭരണഘടന. അപ്പോൾ ഞാൻ ഭരണഘടന എന്ന് വിചാരിച്ച് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്താണ് ഈ ഭരണഘടന. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഞാൻ സ്കൂളിൽ പഠിച്ച DNA ഘടന എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെച്ചത് അങ്ങനെ എന്തെങ്കിലും ഒരു കോംപ്ലക്സ് സാധനമായിരിക്കും, സാധാരണ മനുഷ്യന്മാരുടെ കയ്യിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ വല്ല പാർലമെൻറ്റിൽ അങ്ങനെ ഇതിൻ്റെ ഒരു കോപ്പി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവുമെന്നാണ് വിചാരിച്ചത്. ഇവിടെ വന്നതിന് ശേഷമാണ് ഇതിങ്ങനെ ഒരു പുസ്തകമാണെന്നും ഇത് നമുക്ക് എല്ലാവർക്കും വായിച്ച് നോക്കാവുന്നതാണെന്ന് എനിക്ക് മനസ്സിലാക്കിയത്. പിന്നെ അത് ഞാൻ വളരെ വ്യക്തമായി ഉപയോഗിച്ചിരുന്നു. കാരണം എൻ്റെ അപ്പച്ചൻ പോലീസാണ്. അപ്പോൾ ഞാൻ അപ്പച്ചനോട് പോയിട്ട് ചോദിക്കും, ആർട്ടിക്കിൾ 19 ഒരു ഇന്ത്യൻ പൗരന് ഏതൊക്കെ സ്വാതന്ത്ര്യങ്ങൾ അനുവദിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് അറിയോ ഒരു പോലീസുകാരന്? അപ്പോൾ പലപ്പോഴും അറിയണ്ടാവില്ല, കാരണം അത് അവർ ഒരുപാട് മറന്നു പോയി കഴിഞ്ഞു. അത് നിങ്ങൾക്ക് ഭൂരിഭാഗം ആൾക്കാർക്ക് അറിയില്ല എന്ന് എനിക്കറിയാം. എൻ്റെ അപ്പച്ചന് മാത്രമല്ല, ഈ ആസ്പിരൻസ് കമ്മ്യൂണിറ്റിക്ക് മാത്രമാണ് ഇതിനെക്കുറിച്ചൊക്കെ അറിയുള്ളൂ. അപ്പോൾ പറ്റുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ത്യയുടെ ഭരണഘടനയൊക്കെ ഒന്ന് വായിച്ചു നോക്കാൻ ശ്രമിക്കുക, അത് നന്നായിരിക്കും. സോ ഇത്രയാണ് എൻ്റെ ഐലേണുമായിട്ട് എൻ്റെ അസോസിയേഷൻ. It helped me a lot to achieve this rank. It helped me a lot to be a better human. And I would like to thank specially എൻ്റെ മെൻറ്റർ അനു ജോഷി. സോ അനു മാഡം എൻ്റെ മെൻറ്റർ എന്ന നിലയിൽ വളരെയധികം പേഴ്സണൽ സപ്പോർട്ട് തന്നിരുന്നൊരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ഓരോ മെൻറ്റർഷിപ്പ് 1-on-1 സെഷനിൽ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കും, നിനക്ക് എന്തെങ്കിലും മാനസികമായ പ്രശ്നമുണ്ടോ, വേറെ എന്തെങ്കിലും പ്രേമമുണ്ടോ, വേറെ എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻസ് ഉണ്ടോ? ഇല്ല. പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. സോ ഷീ വാസ് കോൺസ്റ്റൻ്റ്ലി നമ്മളെ സപ്പോർട്ട് ചെയ്യും, എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യും. നിനക്ക് നമ്മളൊന്നും കിട്ടില്ല എന്ന് വെച്ചാലും നിനക്ക് കിട്ടൂടാന്ന് പറയും. സോ ഇവഞ്ച്വലി എന്ത് ചെയ്തു, എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാനും അനു മാഡം ഒരുമിച്ചാണ് ഇൻ്റർവ്യൂ വരെ പോയത്. ആൻഡ് ദെൻ ഷീ മെയ്ഡ് ഇൻ ടു ലിസ്റ്റ്. ആൻഡ് അതുപോലെ തന്നെ എന്നെ ഒരുപാട് സഹായിച്ച വ്യക്തി തന്നെയാണ് സിബിൽ മൻഹ. സോ സിബിൽ സാറാണ് ഈവൻ ദോ ഞാൻ ഇന്ന് ഓരോ പ്രിലിംസ് ക്വസ്റ്റ്യൻ എടുക്കുന്ന സമയത്തും എനിക്ക് പുള്ളിയുടെ മുഖം ഓർമ്മ വരും. അലക്സ, നീ ഇത് ഇങ്ങനെ ആലോചിച്ചോ, ഈ ചോദ്യത്തിന് ഇങ്ങനെ ഒരു ആംഗിൾ ഉണ്ട്, ആ പെർസ്പെക്റ്റീവ്സ് നിനക്ക് ഓർമ്മയുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ ഓർമ്മ വരും. ആൻഡ് ദീദി എന്ന് വിളിക്കുന്ന സുമയ്യ മാഡം, ഷീ വാസ് ദ വൺ ഹൂ മെയ്ഡ് മൈ ആൻസർ റൈറ്റിങ്സ് ബെറ്റർ ഇൻ GS. എൻ്റെ ആൻസർ റൈറ്റിങ്സ് ഞാൻ എഴുതി പഠിക്കുന്ന സമയത്ത് ഷീ ഹെൽപ്പ് മീ ടു ഇംപ്രൂവ് അലോട്ട്. സോ ഈ ഒരു ഹെൽപ്പ് എല്ലാവരുടെ ഭാഗത്തും ഉണ്ടായിരുന്നു. ആൻഡ് ഓൾ മൈ ഫ്രണ്ട്സ്, ആൻഡ് എസ്പെഷ്യലി ഞാൻ ഫസ്റ്റ് ടൈം ഇൻ്റർവ്യൂ പൊട്ടിയ സമയത്ത് എൻ്റെ കൂടെ നിന്ന് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ശൈലേഷ് ഇവിടെ ഇരിപ്പുണ്ട്, ദെൻ മാലിനി, അഷ്നി, ആൻഡ് കിട്ടിയ സമയത്ത് കിട്ടിപ്പോയ ഷാഹുൽ. സോ എവ്രി വൺ, ഒരുപാട് ആൾക്കാർ ഈ പ്രോസസ്സിൽ നമ്മുടെ കൂടെ വന്നു, ഈ പ്രോസസ്സിൽ നമ്മുടെ ഭാഗമായി. ഇത്തവണ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ഒരുപാട് പേരെ കണ്ടു. സോ ഐ താങ്ക് എവ്രി വൺ ഫോർ യുവർ കോൺട്രിബ്യൂഷൻസ് ടു മേക്ക് മൈ ലൈഫ് എ ബെറ്റർ വൺ. ആൻഡ് ഐ താങ്ക് ഐലേൺ. താങ്ക് യു വെരി മച്ച്.